കാർത്തിക വിളിച്ച് നിങ്ങളോട് താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി സൂപ്പറാണെന്ന് അവൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ചില വാക്കുകൾ കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ്. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര കഴിച്ചിട്ടും മതി വരാത്തതുപോലെ ഒരു തോന്നൽ. ഉണ്ണിട്ട് അവൾ പറഞ്ഞു ചുമ്മാ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ, അതോ എനിക്ക് തോന്നുന്നത് മാത്രമാണോ? എന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ പഠിച്ചേ? ഹാ, അതാണോ? അതിൽ ചെറിയ നുറുക്ക് വിദ്യകളൊക്കെ ചേർക്കും. പിന്നെ മനസ്സും വിശപ്പും അത് രണ്ടും പാകപ്പെടുന്ന സമയത്ത് അതിനിട്ട് ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്കിപ്പോഴും തോന്നിയത് ബിരിയാണി മാത്രമല്ല, ഉണ്ണിയേട്ടന്റെ കൈകൊണ്ട് ആ ചോറും കറിയും കൂട്ടിക്കലർത്തി ഒരു ഉരുളയായിട്ട് കിട്ടുമ്പോഴാണ് അതിന് അമൃതിനേക്കാൾ ടേസ്റ്റ് കൂടുന്നത്. ഞങ്ങളുടെ ആ സംഭാഷണത്തിനിടയിൽ ഉണ്ണിയേട്ടന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. കാശ് കൊടുക്കാനുള്ള ആൾക്കാരായിരുന്നു. എടാ, നീ കാശ് കൊണ്ടു തരുന്നോ അതോ അന്നത്തെ പോലെ വീട്ടിലേക്ക് ആൾക്കാരെ വിടണോ? ചേട്ടാ, എനിക്ക് കുറച്ച് സാവകാശം തരണം. ജോലി പോയി ആകെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. എടാ, നിന്റെ ബുദ്ധിമുട്ടും ജോലിയൊന്നും കണ്ടിട്ടല്ല കയ്യിലിരുന്ന കാശ് എണ്ണി എണ്ണി നിനക്ക് തന്നത്. നീ പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ കാശിന്റെ വീട്ടിൽ കൊണ്ട് തടാ, അല്ലെങ്കിൽ അറിയാലോ എന്നെ. ഇതെല്ലാം കേട്ട് ഉണ്ണിയേട്ടൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഉണ്ണിയേട്ടൻ തലകുനിച്ച് ചോറിന്റെ മുന്നിലിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കയ്യിൽ കിടന്ന 2 വളയും താലിമാലയും ഊരി ഉണ്ണിയേട്ടന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. ഇനി നിങ്ങളൊന്നും പറയണ്ട. ഇത് വിറ്റിട്ട് എത്രയാണോ കിട്ടുന്നത് അത് അവർക്ക് കൊടുത്തിട്ട് ബാക്കി മറ്റു കാര്യങ്ങൾ നോക്ക്. ഇത് വേണ്ട കീർത്തി, അതൊന്നും ശരിയാവില്ല. ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്നതാണ് ഭംഗി. പിന്നെ സ്വർണത്തിന് വില കൂടുന്ന സമയമാ, ഇപ്പം അബദ്ധമൊന്നും കാണിക്കണ്ട. ഇതെല്ലാം അറിയാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഞാൻ ഇത് ഊരി തന്നത്. ആദ്യം കൊടുക്കാനുള്ള കാശ് കൊടുത്ത് തീർക്ക്. ആരുടെയും മുന്നിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരരുത്. അതെനിക്ക് സഹിക്കില്ല. ഇനി നമ്മുടെ നല്ല കാലം വരുമ്പോ ഇതിനേക്കാൾ നല്ലത് വാങ്ങിക്കാം. അതുവരെ എനിക്കൊരു കുഴപ്പമില്ല. ഇനി മുക്കുമണ്ടമായാലും അതും ഞാൻ ഇട്ടുകൊണ്ട് നടന്നോളാം. അല്ലേലും പെണ്ണിന് വെട്ടം പൊന്നിനല്ലല്ലോ, അവളുടെ മനസ്സിലല്ലേ. ഉണ്ണിയേട്ടൻ സ്വർണവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു ഭാവമായിരുന്നു മുഖത്ത്. ഇനി ബാങ്ക് ലോണും ബാക്കിയുള്ള കടങ്ങൾ കൂടി തീർക്കണം. അത് ഇതുപോലെ അത്രയും എളുപ്പമല്ല. ചിലപ്പോ ചിലർക്ക് ചില സമയത്ത് കഷ്ടകാലം എന്നത് തലയ്ക്ക് മുകളിൽ വന്നേക്കും. ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു സമയമായിരുന്നു കഷ്ടകാലത്തിന്റെ തുടക്കം. അല്ലേലും ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജോലി പോയി കഴിഞ്ഞാൽ ചിലവുകൾ വന്നു ചേരും. ചിലവുകൾ വന്നാലോ കൊടുത്തു തീർക്കാൻ കൈ പൈസയുമില്ല. അവരുടെ പൈസ കൊടുക്കാനുള്ളതാൻ തീർത്തിട്ട് ഉണ്ണിയേട്ടൻ വീട്ടിലേക്ക് വന്നു. കീർത്തി, ഒന്ന് റെഡിയായിക്കേ, നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോകാം. അവിടെ കുറച്ച് പൈസയും കൊണ്ട് അടയ്ക്കാനുണ്ട്. ഉണ്ണിയേട്ട, ഒരു നിമിഷം. കഴുത്തിലെ താലി ഞാനൊരു മഞ്ഞച്ചരടിലാക്കി വെച്ചിരുന്നു. ഇതൊന്ന് കെട്ടിത്തരാവോ? വേറെ ഏതെങ്കിലും മാല വാങ്ങിക്കുന്നത് വരെ ഇത് കിടന്നോട്ടെ. ഉണ്ണിയേട്ടൻ ഒരു വിഷമം നിറഞ്ഞ പുഞ്ചിരിയോടെ അത് കെട്ടുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തൊരേ ഭാവമായിരുന്നു. കെട്ടുകഴിഞ്ഞ് ഒന്നും പറയാതെ ഉണ്ണിയേട്ടൻ വണ്ടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. ഞാൻ ഡോറടിച്ച് പുറത്തേക്കിറങ്ങി. നല്ല മഴക്കോളുണ്ട്. അശയിൽ ഉണക്കാനിട്ടിരുന്ന ഡ്രസ്സെല്ലാം വാരി ഉമ്മറപ്പടിയിലെ കസേരയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ കതകടച്ച് പുറത്തേക്കിറങ്ങി. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് ബാങ്കിലേക്ക്. സ്വർണം വിറ്റുകിട്ടി കുറച്ച് പൈസ ബാക്കിയുണ്ട്. അത് ബാങ്കിൽ അടയ്ക്കാനായിരുന്നു. ബാങ്കിന് മുന്നിലെത്തി വണ്ടി വെച്ചപ്പോൾ തന്നെ ഉള്ളിൽ നല്ല തിരക്ക് കുറവാണെന്ന് മനസ്സിലായി. അകത്ത് കയറി ഞാനും ഉണ്ണിയേട്ടനും കൂടി ബാങ്കിലെ മാനേജറിനെ കാണാനായിട്ട് അകത്തേക്ക് പോയി. മാനേജർ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളെ നോക്കി നിൽക്കുമ്പോൾ തൊട്ടുമുമ്പിൽ ഒരാളിരിക്കുന്നു. കണ്ടപ്പോൾ തന്നെ നല്ല പരിചയമുള്ള ഒരു തലയായിരുന്നു അത്. അത് ഉണ്ണിയേട്ടന്റെ അമ്മാവനായിരുന്നു. ഞങ്ങൾ ലോൺ അടയ്ക്കുന്നതിനെ കുറിച്ച് ഒരു സാവകാശം ചോദിക്കാനായിരുന്നു അവിടേക്ക് ചെന്നത്. ഉണ്ണിയേട്ടന്റെ അമ്മാവൻ ഞങ്ങൾ രണ്ടുപേരെയും പുച്ഛത്തോടെ ഒന്ന് നോക്കി. എന്താണ് കൃഷ്ണുണ്ണി, പൈസ മുഴുവൻ അടച്ചു തീർത്തോ? ഇല്ല സാറേ, കുറച്ച് സാവകാശം വേണം. ഇപ്പം ആകെ ബുദ്ധിമുട്ടിലാണ്. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു സാവകാശം പ്രതീക്ഷിക്കേണ്ട. ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്റെ വഴിയിലങ്ങ് നടന്നോളും. ഒന്നെങ്കിൽ നിങ്ങൾ ലോൺ അടച്ച് തീർക്കുക, അല്ലെങ്കിൽ താമസിക്കാൻ വേറെ ഏതെങ്കിലും വാടക വീടോ മറ്റോ കാര്യങ്ങളോ നോക്കുക. പൈസ സമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ ജപ്തി ചെയ്യും. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരലിവും പ്രതീക്ഷിക്കേണ്ട. അത് കേട്ട സമയത്ത് ഉണ്ണിയേട്ടന്റെ അമ്മാവന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ വെറുപ്പും ദേഷ്യവും ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരും. രാക്ഷസിന്റെ മനസ്സും മനുഷ്യന്റെ ശരീരമുള്ള ഒരു കാട്ടാളനായിരുന്നു അയാൾ. സാമ്പത്തികമായി കുറെ നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ. പല കമ്പനികളും അയാൾ അവിടുത്തെ ക്ലയന്റാണ്. ഒരു ജില്ലയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്ഥാപനങ്ങളും കാര്യങ്ങളും അയാൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കമ്പനികളും ബാങ്കുമായിട്ട് അയാൾക്ക് കണക്ഷൻ ഉണ്ട്. എടാ, നീ ഒന്ന് നിന്നേ. പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ഉണ്ണിയേട്ടനെ അയാൾ പിടിച്ചു നിർത്തി. നിനക്കറിയാവോ നീ വേദനിപ്പിച്ചു വിട്ട ആരെയാണെന്ന്? നീ ഇവളുടെ വാക്കും കേട്ട് ഞങ്ങളെ പടിയിറക്കി വിട്ട സമയത്ത് നീ ആലോചിച്ചില്ല ഇങ്ങനെ ഒരു പണി നിനക്ക് കിട്ടുമെന്ന്. നിന്റെ ജീവിതത്തിൽ ഓരോന്നും നിനക്ക് നഷ്ടപ്പെടാൻ പോവുക. ഇനി നിന്റെ വീട്, പറമ്പ്, എല്ലാ കാര്യങ്ങളും ബാങ്ക് ജപ്തി ചെയ്യും. പിന്നെ അത് നമ്മുടെ തറവാട് വീടല്ലേടാ. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ അത് ലേലത്തിൽ പിടിച്ചോളാം. പിന്നെ സൗദാമിനി, അവളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ.
നിന്നെപ്പോലെ ഒരുത്തനെ പെറ്റു വളർത്തിയിട്ടുള്ള സഹതാപം. ഇത്രയും പറഞ്ഞ് അയാൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ബാക്കിയുണ്ടായിരുന്ന പൈസ 1 മാസത്തെ പലിശയായി അടച്ചു തീർത്തു. വീട്ടിലെത്തിയപ്പോ ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ വീട് ബാങ്കുകാർ കൊണ്ടുപോകും. വിസ ശരിയായി ദുബായിലേക്ക് പോകാൻ ഇനി ഒരുപാട് സമയമുണ്ട്. ദീപകിനെ വിളിച്ചിട്ടാണെങ്കിൽ ഉടനെയൊന്നും ശരിയാവാത്ത മട്ടിലാണ്. തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ഉണ്ണിയേട്ടന്റെ അടുത്ത് നിന്ന്, നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്ന് വേറെ എന്തെങ്കിലും രോഗം ഉണ്ടാക്കി വെക്കണ്ട, കൂളായിട്ടിരിക്കെ, എല്ലാം ശരിയാകും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ കീർത്തി, ഇനി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇനി അടുത്ത മാസത്തെ ചെലവ് അത് നമ്മളങ്ങനെ കഴിഞ്ഞുകൂടും. ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. അതൊരു പക്ഷേ ഉണ്ണിയേട്ടൻ പറഞ്ഞ് ശരിയാണ്. ഇന്ന് രാത്രിയിൽ കഴിക്കാൻ പോലും അടുക്കളയിലൊന്നും തന്നെയില്ല. ഞാനും ഉണ്ണിയേട്ടനും കൂടി പുറത്തു പോയി കപ്പയും കിഴങ്ങും എല്ലാം പറിച്ചുകൊണ്ട് വന്നു. പണ്ടത്തെ പോലെ രാത്രിയിൽ ഇനിയിപ്പം ഇതാക്കാം എന്ന് തീരുമാനിച്ചു. സ്വന്തം പറമ്പിൽ കായ്ച്ച എന്ത് സാധനമാണെങ്കിലും അത് പറിച്ചു തിന്നുമ്പോൾ ഒരു സുഖമുണ്ട്. രാത്രിയിൽ അത്താഴത്തിന് ഒരു മെഴുകുതിരി വെളിച്ചത്തിന് ചുറ്റും ഞാനും അമ്മയും ഉണ്ണിയേട്ടനും ഒരുമിച്ചിരുന്നു. കടങ്ങളാണെങ്കിലും പ്രാരാബ്ദങ്ങളാണെങ്കിലും അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് ഭക്ഷണം തരുന്ന പറമ്പും കിടന്നുറങ്ങാൻ പോകുന്ന വീടും അതെല്ലാം നഷ്ടപ്പെടും എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വെപ്രാളം. ഇനി ഒരു പക്ഷെ വീട്ടിലൊരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പൈസ എടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അതാണ് ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ. അന്നത്തെ ദിവസം കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് പോലും ഇനി ജീവിതം എന്താകും എന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഉണ്ണിയേട്ടൻ തൽക്കാലത്തേക്കൊരു ജോലിക്കായി അവിടെ ഇവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നും വിളിക്കുന്നില്ല. മനസ്സിൽ ഒരുപാട് സമ്മർദ്ദമായി കഴിഞ്ഞാൽ ആ ദിവസം ഉറങ്ങാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചങ്ങനെ കിടന്നു, എന്തൊക്കെയോ ആലോചിച്ചു. എപ്പോഴും മനസ്സൊന്ന് ശാന്തമായപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്താണല്ലോ ശരിക്കും നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. ഉണ്ണിയേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഇല്ലടി ഞാൻ വരുന്നില്ല, നീ പോയിട്ടോ. എനിക്ക് കാര്യം മനസ്സിലായിരുന്നു. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പാവം. പിന്നെ ഇന്നലെ ആ കാട്ടാളനായ രാക്ഷസന്റെ സംസാരം കേട്ടപ്പോ തന്നെ ഒന്ന് പൊട്ടിക്കാനാണ് ആദ്യം തോന്നിയത്. ഒന്നുമില്ലേലും ഉണ്ണിയേട്ടൻ അമ്മാവനല്ലേ, അതിന്റെ ഒരു മനോവിഷമം എന്തൊക്കെയായാലും കാണും. സ്വന്തം അമ്മാവൻ തന്നെ ദ്രോഹിക്കുക എന്ന് പറയുമ്പം അതിൽ കൂടുതലൊന്നും കാണില്ലല്ലോ ഏതൊരാളിന്റെ മനസ്സിൽ. ഞാൻ ആ സമയം അമ്പലത്തിലെത്തി കണ്ണു നിറയെ പ്രാർത്ഥിച്ചു. എന്തേലും ഒരു വഴി കാണിച്ചു തരണേ ദൈവമേ എന്ന് പറഞ്ഞു. ചിലപ്പോ സമയം അങ്ങനെയാണ്. മനുഷ്യനെ ദൈവം ഒരുപാട് കഷ്ടപ്പെടുത്തും. നമ്മൾ ദൈവത്തോട് അടുക്കുന്ന സമയത്തായിരിക്കും നമ്മളെ അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ ഇത്രയും മോശപ്പെട്ട ദിവസങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാതെ തന്നെയാണ്. എല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്ന സമയങ്ങൾ. ചിലപ്പോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന തോന്നലുണ്ടാകും ചില നഷ്ടങ്ങൾ. ഓരോ നിമിഷങ്ങളും നഷ്ടപ്പെടലുകൾ തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഏകദേശം 10 മണിയായി. ആ സമയത്ത് എന്റെ മൊബൈലിൽ ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അത് കാർത്തികയായിരുന്നു. ഈ ഒരു സ്റ്റോറിയുടെ അടുത്ത ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.